ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു അടുപ്പുണ്ടായിരുന്നു. ആ അടുപ്പ് മൊത്തമായിട്ട് പൊളിച്ച് നമ്മൾ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. വാ. ഹലോ ഗായ്സ്, അങ്ങനെ അടുപ്പ് പൊളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിനുള്ളിൽ ഒരുപാട് ഇഷ്ടികരിപ്പുണ്ട്. അപ്പോൾ ഒരെണ്ണം പോലും കേട് വരുത്താതെ എടുക്കാൻ മാക്സിമം ശ്രമിക്കണം. കാരണം നമുക്ക് പുറത്തൊരു അടുപ്പ് ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനത്തെ പണികൾ ചെയ്യണ സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇടാൻ മറക്കരുത്. കാരണം ഞാനിവിടെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ദോഷം പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനത്തെ പണികൾ വീട്ടിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഗ്ലൗസ് കയ്യിൽ ധരിച്ചിരിക്കണം. അപ്പോൾ ഇതുപോലെ എത്ര എണ്ണം കേട് വരുത്താതെ എടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് കളക്ട് ചെയ്യണേ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. ഇതുപോലെ ഓലക്കൊടി കൊണ്ടുവന്ന് അടിയിൽ വയ്ക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കുന്ന കഷ്ണങ്ങൾ ഫ്ലോറിലെ ടൈൽസിൽ വീണ് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ്. പല കൂട്ടുകാരെ ഇങ്ങനെ ചുറ്റിക വെച്ച് അടിച്ച് പൊളിക്കുമ്പോൾ ചീള് കണ്ണിലേക്ക് തെറിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഇനി പൊടിമയമാണ്, അതുകൊണ്ട് മാസ്ക് ധരിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ.
അപ്പോൾ മണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഗായ്സ് ഇത്രയും തോനെ ഇഷ്ടിക നമ്മൾ കേട് വരുത്താതെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ പരിപാടി നോക്കാം. അപ്പോൾ പറയാതിരിക്കാൻ വയ്യട്ടാ, എനിക്ക് ചെറിയൊരു ഹെൽപ്പറെ കിട്ടിയിട്ടുണ്ട്. ചോട്ട ഹെൽപ്പർ അത് നല്ല നീറ്റായിട്ട് ഒതുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കി. അങ്ങനെ അടുപ്പിൻ്റെ പൊളി കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അടുപ്പിൻ്റെ അടുത്തിരിക്കുന്ന ഒരു റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റാക്ക് കട്ട് ചെയ്യണ പരിപാടിയാണ് കേട്ടോ. അപ്പോഴാണ് അമ്മ പറയണത്, മോനെ ആ സിങ്ക് കേട് വെട്ടാതെ ഊരി തരണേന്ന്. അപ്പോൾ അങ്ങനെ ഊരി കൊടുത്ത് പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. കൂട്ടുകാരതൊന്നും കണ്ടോ, ഇളക്കി നോക്കിയപ്പോൾ നിസ്സാരമായിട്ട് തോന്നി. പക്ഷേ ഇങ്ങനെ ഒന്നും ആരും എടുത്തേക്കരുത് കേട്ടോ, ഊര പണിയായി പോവും. ഇങ്ങനെ കോൺക്രീറ്റ് തച്ച് പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആ ചുമരിനും കോൺക്രീറ്റിനും നടുവിൽ വരട്ട് കൊടുക്കണം ഗ്രൈൻഡർ വെച്ചിട്ട്. അതിനുശേഷം മാത്രം തച്ച് പൊളിക്കുക. അപ്പോൾ ചുമരിന് ക്രാക്ക് വരില്ല. ഓക്കെ. അങ്ങനെ കോൺക്രീറ്റ് കട്ട് ചെയ്തപ്പോൾ ഒരുപാട് കമ്പികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേറെയും കുറേ പരിപാടികളുണ്ട്, അതിന് ഉപയോഗപ്പെടും. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. വിരാമമായി. അപ്പോൾ അതാണ് ക്ലീൻ ആയിട്ടാ. ഓൾവേസ് ഓക്കെ. പണി കഴിഞ്ഞ് ചിക്കനും ചപ്പാത്തിയും ചോറ് നെഹി